ജനിച്ചു വീണ് അത് കരയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മാതാവ് അതിന് പാല് കൊടുക്കും. അതിനുശേഷവും അത് കരയുകയാണെങ്കിൽ ഒന്നുകിൽ ബെഡ് വെറ്റായിട്ടാണെന്ന് മനസ്സിലാവും, അതല്ലെങ്കിൽ വേറെ എന്തോ വേദനയുണ്ട് അതിനെന്ന് മനസ്സിലാവും. അതൊരിക്കലും നമ്മളോട് സംസാരിച്ചിട്ടല്ല കൺവേ ചെയ്യുന്നത്, അതിൻ്റെ കരച്ചിലിലൂടെ നമുക്കതിനെ മനസ്സിലാവുന്നുണ്ട്. ആ ബോണ്ടിങ് ആണ് മാതാപിതാക്കളും ഒരു കുട്ടിയും തമ്മിൽ മരണം വരെ ഉണ്ടാകുന്നത്. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ പേരൻസിന് ആവുന്നുണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഒരു സ്നേഹം, ഇതേ ബോണ്ടും ട്രസ്റ്റും തന്നെയാണ് ഒരു വിവാഹ ജീവിതത്തിൽ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അത് പക്ഷേ ഒട്ടുമിക്ക ഫാമിലിയിലും അത് ഫെയിലിയർ ആയി പോകുന്നു. പുരുഷന്മാരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടക്കേടുകളും ദേഷ്യത്തിലൂടെയും ഫ്രസ്ട്രേഷനിലൂടെയും അവർ പറയും, പല തവണകളായി കേൾക്കാതിരിക്കുമ്പോൾ. അതേപോലെ സ്ത്രീകൾ അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ സങ്കടത്തിലൂടെയും പരാതിയിലൂടെയും അവർ പറയുന്നു, വീണ്ടും 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 പറയുന്നു. ഇത് മുന്നിലുള്ള പേഴ്സൺ കേട്ടെന്ന് നടിക്കുന്നതേയില്ല. അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവർ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അവരുടെ സന്തോഷം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം എൻ്റെ പങ്കാളി തരുന്നില്ല. എവിടെയാണ് ഇവിടെ പ്രശ്നം വരുന്നത്? കുടുംബജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ആ പഴയ ബോണ്ട്, എൻ്റെ പേരൻസിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ ബോണ്ട്, അത് നിങ്ങൾക്ക് അതിനേക്കാളുപരി നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കിട്ടും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഭാഷ, അവർ കരയുന്നത് എന്തിനാണ്, അവർ ദേഷ്യം പിടിക്കുന്നത് എന്തിനാണ്, എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലുമാണോ? വർക്ക് ഓൺ ഇറ്റ്. ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോകും. ജനിച്ചു വീണ് അത്